മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം കത്തിപ്പടരുകയാണ്. മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസിന്റെ നിലപാടിനെ പരസ്യമായി തള്ളിയിരിക്കുന്നു ഇരുവിഭാഗം സമസ്തകളും. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശന വിലക്കിനെ സംബന്ധിച്ച സെമിനാർ വേദിയിലെ ചോദ്യത്തിന് മറുപടിയായാണ് ഫാത്തിമയുടെ വാക്കുകൾ. സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും വരും കാലത്ത് ഇതിൽ മാറ്റം വരുമെന്നുമാണ് ഫാത്തിമ പറഞ്ഞത്. യാഥാസ്ഥിതികവാദികൾ വിവാദമാക്കിയതോടെ മകളുടെ വാക്കുകൾ തള്ളി മുനവർ അലി ശിഹാബ് തങ്ങളും രംഗത്തെത്തി. ഫാത്തിമ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഒരു 16-കാരിയുടെ വാക്കുകൾ ഇത്രയ്ക്ക് വിവാദമാക്കേണ്ടതുണ്ടോ? നോക്കാം RD എക്സ്ട്രാ. മലയാള മനോരമ കൊച്ചിയിൽ സംഘടിപ്പിച്ച കലാസാഹിത്യോത്സവമായ ഹോർത്തൂസ് വേദിയിലായിരുന്നു വിവാദ പരാമർശം. ഇസ്ലാമിൽ ഏറ്റവും പുണ്യകർമ്മമായ ഹജ്ജിലടക്കം സ്ത്രീകൾക്ക് പങ്കെടുക്കാമെന്നിരിക്കെയാണ് വാക്കുകൾ വൻ വിവാദമായത്. മനോരമ വേദിയിലെ പരാമർശം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടതോടെ തർക്കത്തിനും വഴിയൊരുങ്ങി. മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയിലും പാണക്കാട് കുടുംബത്തിലെ അംഗമെന്ന നിലയിലും മുനവർ അലി തങ്ങളുടെ മകളുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം അംഗീകരിക്കാനാകില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. എന്നാൽ ഫാത്തിമയെ പിന്തുണച്ചും മറുവിഭാഗം പരസ്യമായി രംഗത്തെത്തി. അതിനിടെ യാഥാസ്ഥിക വിഭാഗത്തിൽ നിന്ന് വൻ വിമർശനമേറ്റതോടെയാണ് മകളുടെ നിലപാടിൽ പരസ്യ പ്രസ്താവനയുമായി മുനവർ അലി തങ്ങൾ രംഗത്തെത്തിയത്. ഫാത്തിമയുടെ വാക്കുകൾ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരെയാണെന്ന് AP വിഭാഗം സമസ്ത നിലപാടെടുത്തപ്പോൾ സമാനമായ വാക്കുകൾ കടുപ്പിച്ചിരിക്കുന്നു EK വിഭാഗവും. എന്നാൽ 16-കാരിയായ വിദ്യാർത്ഥിനിയുടെ വാക്കുകൾ വേറിട്ട് നിർത്തി വിവാദമാക്കേണ്ടതില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്. അതേസമയം ഫാത്തിമയ്ക്കും മുനവർ അലി തങ്ങൾക്കുമെതിരെ സൈബർ ആക്രമണം ശക്തമായി തുടരുകയാണ്. RD ന്യൂസ് മലയാളം. മലയാള മനോരമ ഹോർത്തൂസിൽ സദസ്സിൽ നിന്നുയർന്ന ചോദ്യത്തിന് മറുപടിയായാണ് ഫാത്തിമ നർഗീസ് പറഞ്ഞതും പിന്നീട് വൻ വിവാദമായതും. അത് കേൾക്കാം. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം that should be changed. That is also part of women revolution and I think it will be changed soon. ഡാറ്റാ ഷീറ്റിലേക്കാണ് തിരുത്തിയിരിക്കുന്നു മകളെ മുനവർ അലി തങ്ങൾ. മകളുടെ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളോട് യോജിക്കുന്നതല്ല എന്നുള്ളതാണ് മുനവർ അലി തങ്ങൾ പറയുന്നത്. മതബോധമോ പഠനത്തിൻ്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത 16-കാരിയുടെ വാക്കുകൾ ആലോചനയില്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായമായി മാത്രം കാണണമെന്നും അദ്ദേഹം പറയുന്നു. പിതാവെന്ന നിലയിൽ ഉത്തരവാദിത്ത ബോധത്തോടെ മകളുടെ മറുപടി തിരുത്തുന്നു എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. വിമർശിച്ചിരിക്കുന്നു സമസ്ത വിഭാഗങ്ങൾ. ഫാത്തിമ നർഗീസിന്റെ നിലപാടിനെ പരസ്യമായി തള്ളിയിരിക്കുന്നു AP വിഭാഗം സമസ്ത. മതപരമായ അറിവില്ലാതെ ലിബറൽ സാഹചര്യത്തിൽ കുട്ടികളെ വളർത്തിയാലുള്ള പ്രശ്നമാണെന്നാണ് AP വിഭാഗത്തിന്റെ വിമർശനം. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധ പുലർത്തണമെന്നും AP വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി അളമര വിമർശിക്കുന്നു. ഫാത്തിമയുടെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി EK വിഭാഗം സമസ്തയും രംഗത്തെത്തി. പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും നടത്താൻ സുന്നി പെൺകുട്ടികളെ കിട്ടില്ല. കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി EK വിഭാഗം നേതാവ് അബ്ദുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവും രംഗത്ത് എത്തിയിരിക്കുകയാണ്. സനീഷ്, ഇത്രയുമാണ് ഡാറ്റാ ഷീറ്റിലുള്ളത്. തികച്ചും സദുദ്ദേശത്തോടെ ആ പെൺകുട്ടി വളരെ നാച്ചുറലായി പറഞ്ഞ ഒരു മറുപടി എന്നുള്ളതാണ് എനിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഈ പറയുന്ന മീറ്ററിനെല്ലാം അപ്പുറത്താണ് ഈ കാര്യങ്ങളെ മതവിശ്വാസികൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ കാണുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നിശ്ചയമായിട്ടും ഇതിനകത്ത് ഇതൊരു അനാവശ്യമായിട്ടുള്ള തലത്തിലേക്ക് ഈ വിവാദം വളരരുത് എന്ന അദ്ദേഹത്തിൻ്റെ മുനവർ അലി തങ്ങളുടെ വിചാരവും ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം വന്നിട്ട് ഇത് ഒരു 16-കാരി പെൺകുട്ടിയുടെ വർത്തമാനത്തെ വലിയ വിവാദമാക്കരുത് എന്ന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും പറഞ്ഞ കാര്യത്തോടാണ് എനിക്ക് ചേർച്ച. അവരാ പറയുന്നതാണ് അത് ഇത് വല്ലാത്ത തോതിൽ വളർന്നിട്ട് ആ പെൺകുട്ടിക്കൊരു മനപ്രയാസം ഉണ്ടാവുക, ചുറ്റുപാടുണ്ടാകുന്ന പ്രയാസം ഉണ്ടാവുക, പിന്നീട് ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് മറ്റൊക്കെ വളരുക എന്നത് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ ആവശ്യമേ ഇല്ലാത്തൊരു സംഗതിയാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൊക്കെ വലിയ പങ്കാളിത്തമുള്ളതാണ്. പ്രവാചകൻ മുഹമ്മദിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ അവർ ആ കാലത്ത് തന്നെയും വലിയ ബിസിനസ് വുമണാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 7-ാം നൂറ്റാണ്ടിലല്ലേ, ആ കാലത്ത് പോലും വലിയ ബിസിനസ് വുമണാണ്. അവരുടെ വിവാഹം പ്രവാചകനുമായിട്ടുള്ളത് ആലോചിക്കുന്ന അവരാണ്. മീൻസ് അവർക്കാണ് അതിനകത്തുള്ള പവറുള്ളത്. ഒരു മുതിർന്ന ആളായിരുന്നു, അദ്ദേഹമാണ് പ്രായത്തിൽ ചെറിയ ആളായിരുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആയിഷ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ ഭാര്യയാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം തന്നെ
നിരന്തരമായ പര്യടനങ്ങൾക്കും മറ്റും കൂടെ പോയിരുന്ന ആളാണ് എന്നൊക്കെ ഇസ്ലാമിനകത്ത് വലിയ അവഗാഹമില്ലാത്ത വലിയ അറിവില്ലാത്ത ആളുകൾക്കടക്കം അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്ത്രീകൾക്ക് വലിയ പങ്കാളിത്തമുള്ള സ്ഥലമാണ്, മതമാണ്, ഒരു വിശ്വാസധാരയാണ് ഇസ്ലാം. അതിനകത്ത് പള്ളിയിൽ പ്രവേശനമില്ലേ സ്ത്രീകൾക്ക് എന്ന് ചോദിച്ചാൽ പള്ളിയിൽ പ്രവേശനമുണ്ട്, ആരെങ്കിലും എതിർക്കുന്നില്ല. ഇപ്പോൾ മക്കയിലും മദീനയിലും ഒക്കെയുള്ള പള്ളികളിൽ, സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട പള്ളികളിലെല്ലാം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. നമ്മൾ ഹജ്ജിന് പോകുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? സ്ത്രീകളല്ലേ ഹജ്ജിന് പോകുന്നത്. അപ്പം പള്ളിക്കകത്ത് പ്രവേശനമില്ല എന്ന് വെച്ചാൽ പള്ളികൾക്കകത്ത് സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നതും ഒരു തെറ്റായ ധാരണയാണ്. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് പള്ളിക്കകത്ത് വിശ്വാസപരമായിട്ടുള്ള പ്രാർത്ഥന നടത്താനുള്ള അവകാശം കേരളത്തിനകത്ത് സുന്നി ധാരയിൽപ്പെട്ട ആളുകൾ അങ്ങനെ ആ അവകാശം സ്ത്രീകൾക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്യുന്നില്ല. മുസ്ലിം സ്ത്രീകൾ വീടുകൾക്കകത്ത് പ്രാർത്ഥിച്ചാൽ മതി എന്നതാണ് അവരുടെ വിശ്വാസധാരയുടെ ഭാഗമായിട്ടുള്ള കാര്യം. പള്ളിയിലേക്ക് പുരുഷന്മാർക്കാണ് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള പ്രവേശനം. അല്ലാതെ ഇപ്പം ചില മതങ്ങളിലൊക്കെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ചില വിശ്വാസധാരകൾക്കകത്തുള്ളതുപോലെ ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന പ്രദേശത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് വിശ്വാസപരമായിട്ട് തടസ്സമുള്ള ഒരു കാര്യമല്ല അത്. ഈ നമ്മുടെ നാട്ടിൽ ഇസ്ലാം ഒരു ഏകശില രൂപമാർന്നുള്ള മതമാണ് എന്നെല്ലാവരും പറയും. അത് ഒരർത്ഥത്തിൽ ശരിയാണ് താനും. പക്ഷേ വിശ്വാസധാരകളിൽ പലതായിട്ടാണ് നമ്മുടെ നാട്ടിലടക്കമുള്ളത്. ചെറിയ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രധാനപ്പെട്ട കേന്ദ്ര പ്രശ്നങ്ങളിൽ ഒറ്റ നിലപാടായിരിക്കെ തന്നെ ചെറിയ ചെറിയ സംഗതികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യസ്തമായുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ മുജാഹിദ് പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം, പ്രാർത്ഥനയിൽ തന്നെ പങ്കെടുക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികളിൽ അവർക്ക് പങ്കെടുക്കാം. അവിടെയൊക്കെ പുരുഷനും സ്ത്രീകളും തമ്മിൽ വെവ്വേറെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രബലമായിട്ടുള്ള മുസ്ലിം ജനസംഖ്യയുള്ള സുന്നി സംഘടനകളിൽ പെട്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ഇരു സമസ്തകളും സുന്നി ധാരയിൽപ്പെട്ട ആളുകൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ പ്രാർത്ഥനയ്ക്കായിട്ട് പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ, 16 വയസ്സുകാരിയുള്ള പെൺകുട്ടി ഒരു സദസ്സിൽ നിന്ന് വരുന്നൊരു ചോദ്യത്തിന് നിങ്ങളുടെ മതത്തിനകത്ത് വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പുതിയ കാലത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം മാറി വരും എന്ന പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു മതത്തിൻ്റെ കാര്യങ്ങൾക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഏത് വിഷയത്തെ നോക്കിയാലും നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റും, ആർക്കും ഒരു നിലപാടെടുക്കാൻ പറ്റും. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പ്രവേശനമുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രവേശനമുള്ളതാണല്ലോ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ശബരിമലയിലെ വിഷയത്തിലാണെങ്കിൽ നമ്മളിത് സംസാരിക്കുമ്പോൾ ശബരിമല ആൾക്കാർക്ക് ഉള്ളിലേക്ക് വരുമല്ലോ. പക്ഷേ മതം, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെന്തൊക്കെയോ കാരണങ്ങളാൽ ചെറിയ ചെറിയ തടസ്സങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ്. ഇതിന് പല പല കാരണങ്ങളുണ്ടാകും. ഇപ്പോൾ ശബരിമലയിലേക്ക് എന്തുകൊണ്ടാണ് പ്രവേശിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ നമ്മളൊരു പൊതു ലോജിക്ക് വെച്ച് നോക്കിയാൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സുപ്രീം കോടതി കേസ് വിചാരണക്ക് വന്നപ്പോൾ എന്താ ഉണ്ടായത്? അതിനകത്ത് ഭൂരിപക്ഷ വിധി പ്രവേശിക്കാമെന്നായിരുന്നു. ഓർമ്മയില്ലേ? കോടതിയാണ് പറഞ്ഞത് ഇക്കാര്യങ്ങൾ. ഇപ്പോൾ ദിലീപിൻ്റെ കേസ് എന്ന പോലെ കോടതിയാണ് വർഷങ്ങൾ നീണ്ട വിചാരണക്കും ആലോചനകൾക്കും ഒക്കെ ശേഷം മതപണ്ഡിതരോടക്കം ചോദിച്ചിട്ട് കോടതിയാണ് പറഞ്ഞത്. കോടതിക്ക് ഒരു തെറ്റും തോന്നിയില്ല. കോടതി പറഞ്ഞ് പ്രവേശിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് ഇവിടെ ഉണ്ടായത്? പ്രവേശിക്കുന്നില്ലല്ലോ ഇപ്പോഴും. അപ്പം നിങ്ങളുടെ സിമ്പിൾ ബഹുസ്വര അല്ലെങ്കിൽ വലിയ ലോജിക്ക് വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാകാത്ത ചില തടസ്സങ്ങൾ എല്ലാ മതവിശ്വാസങ്ങൾക്കകത്തും ഉണ്ട്. നിങ്ങൾക്കത് ലംഘിക്കണമോ ലംഘിക്കാം, അതവിടെയുണ്ട്. പക്ഷേ നിങ്ങൾ അതിനകത്താണെങ്കിൽ അതിനകത്തുള്ള ആലോചനകളും അതിനകത്തുള്ള തീരുമാനങ്ങളും പാലിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് വയസ്സായിട്ടുള്ള അറിവുള്ള ആളായിട്ടുള്ള മുനവർ അലി തങ്ങൾ, എൻ്റെ മകൾ 16 വയസ്സുകാരിയേ ഉള്ളൂ, അവൾക്ക് മതത്തിൻ്റെ, അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സാമുദായിക ധാരയുടെ, സുന്നി ധാരയുടെ സവിശേഷമായ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് പഠിപ്പ് തികയാത്തതുകൊണ്ടാണ് അവരത് പറഞ്ഞത് എന്ന് കണ്ട് നിങ്ങളത് പുറത്തു കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ മതം അല്ലെങ്കിൽ ഏതെങ്കിലും മതം തന്നെ, ഈ പ്രത്യേകിച്ച് ഇസ്ലാം മതം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വളരെ ലിബറലായിട്ടുള്ള ഇടചേരലിനെ അനുവദിക്കുന്ന മതമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അവർക്ക് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അവർ വിചാരിക്കേണ്ടത്. അവരുടെ മത ഗ്രന്ഥത്തിനകത്ത് തന്നെയും എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വിവാഹം സാധ്യമല്ലാത്ത പുരുഷന്മാർക്കൊപ്പമേ ഇടപഴകാൻ പാടുള്ളൂ എന്നതാണ് അവരുടെ. വിവാഹം സാധ്യമല്ലാത്തതെന്ന് വെച്ചാൽ സഹോദരനും അച്ഛനും പോലുള്ള രക്തബന്ധമുള്ള ആളുകൾക്കൊപ്പമേ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനും ഇടപഴകാനും ഒക്കെയുള്ള വലിയ അനുമതിയുള്ളൂ. ഞാൻ പറയുന്നത് ഇതെല്ലാം അങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇപ്പോൾ നടക്കുന്നത്, അങ്ങനെയാണോ അതിൻ്റെ അത്രമാത്രം അതിര് വെക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് മറ്റു കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളൊരു വിശ്വാസത്തിനകത്ത് വരുമ്പോൾ സമസ്തയിലെ മതപണ്ഡിതരായിട്ടുള്ള ആളുകൾ അവരുടെ അഭിപ്രായം മാത്രമേ പറയൂ എന്ന് നമ്മൾ വിചാരിച്ചോളാം. അപ്പോൾ അവർ സത്യത്തിൽ ഇതൊരു വലിയ വിവാദമാക്കാതെ ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിലൂടെ ഈ ഞാനിപ്പോൾ പറഞ്ഞതിൽ നമുക്ക് അറിവ് കുറവുണ്ട്, എന്നാലും നമ്മൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മതപണ്ഡിതർ ആ 16 വയസ്സുകാരി പെൺകുട്ടിയെ ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും ഈ കുട്ടി സംസാരിക്കുകയും മുനവർ അലി തങ്ങൾ
അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല അക്കാദമികമായിട്ട് നന്നായിട്ട് സംസാരിക്കുകയും അതുകൊണ്ടാണല്ലോ ഇതുപോലൊരു വേദിയിലേക്ക് ആ കുട്ടി എത്തിയത്. അപ്പോൾ അവരുടെ മുന്നോട്ട് പോക്കിനെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വല്ലാതെ തടസ്സപ്പെടുത്താതെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്കും മറ്റ് മതപരമായ വിഷയങ്ങളിലേക്കും എല്ലാവരും അങ്ങ് പോകുന്നതാണ് നല്ലതെന്ന് പറയാനാണ് ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നത്. ഉറപ്പായും നമ്മൾ അങ്ങനെ ഈ വിധത്തിൽ നമ്മൾ ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ മറ്റൊരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ചട്ടക്കൂടിൻ്റെയോ യുക്തിയുടെയോ ഒന്നും ഒരു ലൈൻ അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പം മതത്തിൻ്റെ ചട്ടക്കൂടുകളെ നമുക്ക് അങ്ങനെ വിലയിരുത്താനോ അല്ലെങ്കിൽ നിർവചിക്കാനോ ആകില്ല. ഞാനോ സനീഷോ അതിന് ആളുകളും അല്ല എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, സാധാരണ മനുഷ്യരത് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചട്ടക്കൂടുകൾക്കൊന്നും ഇല്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർ ചിന്തിക്കുമ്പോൾ ഈ കുട്ടി പറഞ്ഞതിൽ എന്താണ് പ്രശ്നം എന്ന് അവർക്ക് തോന്നാം. പക്ഷെ അവരോട് പറയാനുള്ളത് ഇത് മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവർ ആരാധനാലയത്തിൽ പോവുക പോവാതിരിക്കുക എന്നുള്ളത് മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെ പോകണം എന്ന അതിയായ ആഗ്രഹമുള്ള മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് മതവിശ്വാസികളാണോ എന്ന് നിർവചിക്കുന്നതിന് പ്രശ്നമുണ്ട് എന്ന് പോലുമാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ ഭൂരിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ശബരിമലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളാണോ എന്നുള്ള ചോദ്യം വരെ അവിടെ ഉയർന്നു. അവൾ ഹിന്ദുക്കളാണെന്നോ അല്ലെന്നോ വിധിക്കാനുള്ള ഏതെങ്കിലും വാറോല നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഈ യഥാർത്ഥത്തിൽ ഈ കുട്ടി സംസാരിക്കുന്നത് ആ സംസാരമായി തന്നെ അങ്ങ് വിട്ടാൽ മതി എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ചിന്തകൾ ഒരു കുട്ടിയിൽ ഉണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്തി കളയേണ്ടതുണ്ടോ എന്നുള്ളതും പ്രശ്നമാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇത് സംസാരിക്കുന്ന ആരാണ്? മുനവർ അലി തങ്ങളുടെ മകളാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ്, നമുക്ക് അഴിച്ചെടുക്കുന്നതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. സൈബർ ആക്രമണം ഒഴിവാക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അത് എത്രത്തോളം മതപണ്ഡിതരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ആളുകളെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സ്വീകാര്യമാണെന്നറിയില്ല. സംവാദങ്ങൾക്ക് എല്ലാ കാലത്തും ഇസ്ലാമിൽ അവസരം ഉണ്ടായിട്ടുണ്ട്. സനീഷ് പറഞ്ഞ പോലെ തുറന്ന സംവാദങ്ങൾ, പല ധാരകൾ തമ്മിലുള്ള തുറന്ന സംവാദങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. സംഘർഷങ്ങളിലേക്ക് മാറിയിട്ടുള്ള ചരിത്രവും പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന ഈ വഹാബികളുടെ സലഫികളുടെ ആശയധാരയുടെ വരവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പല വിധത്തിലുള്ള സംവാദങ്ങൾ അത് പിന്നീട് സംഘർഷങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി, തങ്ങളുടെ ഭാഗത്ത് നിന്നൊരു കുട്ടി പറയുന്ന കാര്യങ്ങളെ സംവാദങ്ങളുടെ രീതിയിൽ എടുത്തുകൊണ്ട് അതിൽ ഒരു തീർപ്പെത്തുക എന്നുള്ളത് മാത്രമായിരിക്കും പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഈ കുട്ടിയെ വല്ലാതെ കടന്നാക്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും അതിനകത്തുള്ള കാര്യത്തിലുള്ള, അതായത് ഇതിന് കൊടുക്കേണ്ടുന്ന ഗൗരവം മാത്രമേ കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ എന്താണ് ജനാഭിമുഖ കുർബാന സംബന്ധിച്ചുള്ള ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കണ്ടല്ലോ. നിങ്ങളതിനെ മറ്റൊരു ഷൂവിൽ നിന്നിട്ട് അതിനെ ഒരു തമാശയോട് മട്ടിൽ കണ്ടാൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളൂ. പക്ഷേ നമ്മളതിനെ ഗൗരവതരമായിട്ട് കണ്ടാലോ അതൊരു വലിയ വിശ്വാസ പ്രശ്നമാണ്. അതായത് ബഹുമാനിക്കുന്ന സ്ഥലത്തിന് മുഖം വെച്ചാണോ നിൽക്കേണ്ടത് അല്ലെങ്കിൽ തിരിഞ്ഞാണോ? നിങ്ങൾ എവിടെ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത് എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളിതിനെ ഗൗരവത്തോടെ കാണണമോ നിങ്ങളിതിനെ സില്ലിയായിട്ട് കാണണമോ എന്ന കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ എപ്പോഴും ഇപ്പം കുട്ടികളാണ്, ഏത് സംഗതികൾക്കായാലും മതത്തിനകത്താണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്താണെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പുതിയ കാര്യങ്ങൾ അവർ ഗ്രഹിക്കുകയാണ്. ഈ ലോകത്ത് 16 വർഷം മാത്രമേ ജീവിച്ചിരിക്കുന്നിട്ടുള്ളൂ ആ കുട്ടി. അതെന്ന് വെച്ചാൽ അവർക്ക് ജീവിത പരിചയം ആ വർഷം അത്രയും കാലം മാത്രമേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പോയിട്ട് വലിയ മുതിർന്ന ആങ്ങളമാർ ചെന്നിട്ട് ആങ്ങളമാർ ചമഞ്ഞിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ മതം പഠിപ്പിക്കേണ്ടെന്ന കാര്യമില്ല. വലിയ മുതിർന്ന മതപണ്ഡിതർ വന്നിട്ട് ഇതെന്തോ വലിയ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് പറയേണ്ടതില്ല എന്നാണ് നമ്മൾക്ക് തോന്നുക. നിങ്ങൾ പറയുന്ന കാര്യം, അതായത് ഈ കുട്ടിയോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അണികൾക്കറിയാം. അത് വിചാരിച്ചിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് പിന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ആലോചനയില്ലാതെ ഒരു 16-കാരി പറഞ്ഞ വാക്കുകളായി നമുക്ക് നർഗീസിൻ്റെ വാക്കുകളെ വിലയിരുത്താൻ ആകില്ല. പൊതുവെ മതവിരുദ്ധം എന്ന് പരമ്പരാഗത സംഘടനകൾ വിലയിരുത്തുന്നതെങ്കിലും മുസ്ലിം സ്ത്രീക വിദ്യാഭ്യാസ രംഗത്തടക്കം കൈവരിച്ച നേട്ടത്തിൻ്റെയും സമുദായത്തിനകത്തെ പോസിറ്റീവായ മാറ്റത്തിന് അവരുടെ ചിന്തകൾ ഇടം പിടിച്ചതിൻ്റെയും ഫലം കൂടിയാണ് നർഗീസ് അടക്കം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. പല കാലങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള സമുദായം എന്ന നിലയ്ക്ക് നർഗീസിൻ്റേതടക്കമുള്ള ചിന്തകൾക്ക് വരും കാലത്ത് ആ സമുദായത്തിൽ കൂടുതൽ ഇടമുണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നു. RDX ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.